അന്നത് വലിയൊരു വിപ്ലവകരമായ മാറ്റമായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. വളരെ കുറച്ച് ഹോസ്പിറ്റലുകളിൽ മാത്രമുള്ള അന്ന് നമ്മൾ വളരെ അത്ഭുതത്തോട് കണ്ടിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു. ഇന്നത് സർവ്വസാധാരണമാണ്. ഞാൻ 1990-കളിൽ MBBS ജോയിൻ ചെയ്ത സമയത്ത് അന്ന് നമ്മൾ പലപ്പോഴൊക്കെ സർജറിക്ക് അസിസ്റ്റൻ്റായിട്ട് കയറുമായിരുന്നു. അന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് ഇലക്ട്രോ സർജറി, അതായത് നമ്മളൊരു രക്തക്കുഴൽ അതിനെ കരിക്കുന്ന മെത്തേഡാണ് പൊതുവേ സർജറി ഇന്ന് ഉപയോഗിക്കുന്നത്. അതന്ന് തുടക്കം മാത്രമായിരുന്നു. അന്ന് അതിന് മുന്നേ ഈ ഇലക്ട്രോ സർജറി വരുന്നതിന് മുന്നേ ഓരോ രക്തക്കുഴലുകളും പിടിച്ചു വെച്ച് അതിനൊരു ക്ലാമ്പ് ഇട്ട് അതിനെ കെട്ടി അങ്ങനെയാണ് പോയിരുന്നത്. അതിന് പകരം ഇലക്ട്രോ സർജറി വന്നു. അത് സർജറിനെ റെവല്യൂഷനൈസ് ചെയ്തു. അങ്ങനെ ഓരോ സ്റ്റേജിലും പിന്നീട് സ്റ്റാപ്ലേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി വന്നു. അത് നമുക്ക് ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഒറ്റ ഒരു ഇതിൽ സ്റ്റാപ്പിൾ ചെയ്ത് ഒന്നാക്കാൻ പറ്റും സ്റ്റിച്ച് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ പല പിന്നെ വെസൽ സീലർ എന്നുള്ള മെത്തേഡ് വന്നു. ഇതൊക്കെ ഹാർമോണിക് സ്കാൽപ്പൽ എന്നുള്ള മെത്തേഡ് വന്നു. സർജറിയിൽ എപ്പോഴും ടെക്നോളജി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു എക്സാമ്പിളാണ് ഈ റോബോട്ടിക് സർജറി.